ICC ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലാൻഡ് സെമിയിൽ എത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് സെമിയിൽ എത്താനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണാഫ്രിക്ക എത്തുമോ അതോ ഓസ്ട്രേലിയ എത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യക്ക് സെമിയിൽ ആരാവും എതിരാളികളാവുക എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നിവരിൽ ഒരാളെയാവും ഇന്ത്യക്ക് നേരിടേണ്ടി വരിക എന്നത് ഉറപ്പാണ്. ഓസ്ട്രേലിയയാണ് ഗ്രൂപ്പ് ബിയിൽ ഒന്നാമത് എത്തുന്നതെങ്കിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരെയാണ് ഇന്ത്യ നേരിടുക. ഓസ്ട്രേലിയയാണ് ഗ്രൂപ്പ് ബിയിൽ ഒന്നാമത് എത്തുന്നതെങ്കിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരെയാണ് നേരിടുക. ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരാവും. അങ്ങനെ വന്നാൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരെയാവും നേരിടേണ്ടി വരിക. സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാനുള്ള സാധ്യതകൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കണം. ഇതോടെ ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പ് ബിയിൽ തലപ്പത്തേക്ക് എത്താൻ സാധിക്കും. ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ എയിൽ ഒന്നാം സ്ഥാനക്കാരാവും. ഇതോടെ ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയ ഇന്ത്യക്ക് നേരിടാൻ സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത വളരെ വലുതാണ്. എന്നാൽ ന്യൂസിലാൻഡിനെ ഇന്ത്യ തോൽപ്പിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. രണ്ട് ടീമും ശക്തമാണ്. ന്യൂസിലാൻഡിന് ഇന്ത്യക്കെതിരെ വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. ഇന്ത്യ ന്യൂസിലാൻഡിനോട് ജയിച്ചാൽ സെമിയിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയ എതിരാളികളായി ലഭിക്കും. ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടാൻ ഇന്ത്യ ആഗ്രഹിക്കില്ല എന്നുറപ്പാണ്. നോക്കൌട്ട് മത്സരങ്ങളിൽ ഓസീസ് ഇന്ത്യക്ക് വലിയ തലവേദനയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. പലതവണ ഓസ്ട്രേലിയയോട് തോറ്റ് ഇന്ത്യ പുറത്തായിട്ടുണ്ട്. ICC ടൂർണമെന്റിന്റെ നോക്കൌട്ട് മത്സരങ്ങളിൽ 3 തവണ വീതം ഇന്ത്യ ഓസ്ട്രേലിയയോട് ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടുമ്പോൾ സ്വാഭാവികമായ സമ്മർദ്ദം ഇന്ത്യക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓസീസിനെ നേരിടാൻ ആഗ്രഹിക്കില്ല. ഇന്ത്യയുടെ സെമിയിലെ എതിരാളികളായി ദക്ഷിണാഫ്രിക്ക എത്താനുള്ള സാധ്യത നോക്കിയാൽ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവണം. കൂടാതെ ഇന്ത്യ ന്യൂസിലാൻഡിനോട് തോൽക്കുകയും ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് സെമിയിൽ ദക്ഷിണാഫ്രിക്ക എതിരാളികളായി ലഭിക്കും. ഇന്ത്യ ആഗ്രഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ സെമിയിൽ ലഭിക്കാനാകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേർക്കുനേർ കണക്കിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കും മികച്ച താരനിരയുണ്ട്. ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ അവർക്ക് ശേഷിയുണ്ട്. എന്നാൽ പ്രധാന മത്സരങ്ങളിൽ കളി മറക്കുന്നതും നിർഭാഗ്യം വേട്ടയാടുന്നതുമാണ് ദക്ഷിണാഫ്രിക്കയുടെ രീതി. ഇത് ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരുപോലെ ശക്തമാണ്. രോഹിത് ശർമ്മ പരിക്കിന്റെ പിടിയിലാണെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും പരിശീലനം പുനരാരംഭിച്ചത് ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് തന്നെ പറയാം. ഇന്ത്യക്ക് കപ്പിലേക്ക് എത്താൻ സാധിക്കാതെ പോയാൽ നായകൻ രോഹിത് ശർമ്മയെ മാറ്റിയേക്കും. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ സീറ്റ് തെറിക്കാനാണ് സാധ്യത. ഇന്ത്യക്ക് ഇത്തവണ കപ്പിലേക്ക് എത്താൻ സാധിക്കാതെ പോയാൽ അത് വലിയ നാണക്കേടായി മാറുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇന്ത്യക്ക് സെമി കടമ്പ് മറികടക്കുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും.